നമസ്കാരം. പ്രായമായവരെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഞാൻ എൻ്റെ വീഡിയോസ് ഇപ്പോൾ കൂടുതലായിട്ട് ഇടുന്നത്. അതിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നരുത്. ചെറുപ്പക്കാർ എൻ്റെ വ്യൂവേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ അവർ ക്ഷമിക്കുക. പക്ഷെ ഒരു കാര്യമുണ്ട്, അവരും പ്രായമാവുമല്ലോ. അപ്പോൾ അവർക്കും കൂടെ ഇതിപ്പോഴേ അവർ ശ്രദ്ധിച്ചു പോയാൽ തീർച്ചയായിട്ടും നല്ലൊരു ജീവിതം തന്നെ നമുക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നല്ല ജീവിതം എന്ന് പറഞ്ഞാൽ ആരോഗ്യം, ഉന്മേഷം, ഉണർവ്, സന്തോഷം, സൗന്ദര്യം ഇവയെല്ലാം പ്രായത്തിനനുസരിച്ച് നമുക്ക് സ്വായത്തമാക്കാൻ പറ്റും. അതായത് ഏജിങ് ഗ്രേസ്ഫുള്ളി. ഞാൻ എപ്പോഴും പറയും ഏജിങ് ഗ്രേസ്ഫുള്ളി, ഡൈയിങ് പീസ്ഫുള്ളി. അതായത് സമാധാനത്തോടെ വെന്റിലേറ്ററിലും ICU യൂണിറ്റിലും ഒക്കെ കയറി കിടക്കാതെ സമാധാനമായിട്ട് സമയമാകുമ്പോൾ പോവുക. അതോടൊപ്പം യു ക്യാൻ മെയിൻറ്റെയിൻ ഇൻ ബിറ്റ്വീൻ 24 hour എനർജി ലെവൽ. ഇതിനിടയ്ക്ക് നമുക്ക് നല്ലോണം ആരോഗ്യത്തോടെ ബൈ പ്രിവെന്റിങ് ഓൾ ലൈഫ് സ്റ്റൈൽസുള്ള എല്ലാ ജീവിതശൈലി രോഗങ്ങളും മാക്സിമം നമുക്ക് മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു ആഹാര ശൈലിയും ഒരു ജീവിത രീതിയുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ എല്ലാവർക്കും വേണ്ടി പകർന്നു തരുന്നത്. അത് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ കൂടുതലായിട്ട് മനസ്സിലാക്കി പഠിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുന്നതാണ്. അപ്പോൾ ഓരോ പ്രാവശ്യം ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ കിട്ടുമ്പോൾ ഞാൻ അതിനെ ബേസ് ചെയ്ത് വീണ്ടും ഓരോ വീഡിയോ ഇടുന്നതാണ്. ഓക്കെ. അപ്പൊ ചിലപ്പോൾ ചിലതൊക്കെ റെപ്പിറ്റേഷൻ ആയിട്ട് തോന്നും നിങ്ങൾക്ക്, എങ്കിൽ കൂടിയും പല വ്യൂവേഴ്സ് അല്ലേ, പുതിയ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കും കൂടെ അവരുടെ അറിവിലേക്കായിട്ടാണ് ഞാനിതൊക്കെ വീണ്ടും പറയുന്നത്. അപ്പൊ എന്നാലും ചില കാര്യങ്ങൾ അതിനകത്ത് പുതിയതായിട്ടുണ്ടാവും ഈ വീഡിയോസിലൊക്കെ തന്നെ. അപ്പൊ അങ്ങനെ പുതിയ കാര്യങ്ങൾ കിട്ടുമ്പോഴാണ് ഞാൻ വീണ്ടും ആ ഒരു ടോപ്പിക് ഒന്നുകൂടെ ഇടുന്നത്. അപ്പൊ ഇതിൽ ഇന്നത്തേതാണെങ്കിൽ പ്രധാനമായിട്ട് ചില പ്രധാനപ്പെട്ട ശീലങ്ങൾ നമുക്ക് ഓരോ ദിവസവും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ ക്രമപ്പെടുത്തി എല്ലാ ദിവസവും അതേപോലെ തന്നെ ഫോളോ ചെയ്യാൻ നോക്കണം. അതാണ് ഏറ്റവും പ്രധാനം. ഒരാഴ്ചയിൽ 1-2 ദിവസം അല്ല ചെയ്യേണ്ടത്. എഴുന്നേറ്റ് കഴിഞ്ഞാൽ വൈകിട്ട് വരെ നമുക്ക് ചെയ്യാനുള്ള ചില പ്രധാനപ്പെട്ട ശീലങ്ങൾ, ഭക്ഷണശീലമാണെങ്കിലും ജീവിതശൈലിയാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുമിച്ച് 8 ശീലങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത്. ഇത് തീർച്ചയായും പ്രായത്തെ മറികടക്കാൻ നിങ്ങളെ ഒത്തിരി സഹായിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ശീലം, രാവിലെ എണീക്കുമ്പോൾ എന്താണ് വേണ്ടതെന്ന് അറിയാമോ? കണ്ണ് തുറക്കുമ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കണ്ണ് തിരുമുക, ചെവി ഇങ്ങനെ തിരുമുക, പിന്നെ തലയുടെ സെന്ററിൽ നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുക, പിന്നെ മുഖത്തേക്ക് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യുക. അപ്പൊ ഈ കൊളാജനൊക്കെ ഒന്ന് സ്റ്റിമുലേറ്റ് ആവും നമുക്ക് തന്നെ. പിന്നെ കണ്ണ് നന്നായിട്ട് തിരുമുക. ഞാനിതിപ്പോ കാണിച്ചു കൊടുത്തിട്ടുണ്ട്, കുറെ വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കണ്ണ് നന്നായിട്ട് റൈറ്റ് സൈഡിലേക്ക് ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് ഒരു 10-15 പ്രാവശ്യം വീതം നന്നായിട്ട് തിരുമുക. തിരുമ്മിയിട്ട് കണ്ണ് തുറക്കുമ്പോൾ ശരിക്കും പറയാൻ നല്ല എനർജി ലെവലാണ് അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ. പിന്നെ അതുപോലെ ഈ മുഖത്തേക്ക് നന്നായിട്ട് ഈ രീതിയിൽ നന്നായിട്ടൊന്ന് മസാജ് ചെയ്യണം. എല്ലാ ഭാഗത്തും ഇങ്ങനെ സൈഡ് വൈസ് ആയിട്ട് ചെയ്യണം. അതെന്തിനു നല്ലോണം നമ്മുടെ ഈ ലിംഫാറ്റിക് സിസ്റ്റം, രാവിലെ എണീക്കുമ്പോൾ നമുക്ക് ഒരു പഫിനെസ് ഒക്കെ മുഖത്തില്ലേ, അത് കുറയാൻ അത് വളരെ സഹായിക്കും. നന്നായിട്ട് സൈഡിലേക്ക് ഇങ്ങനെ ചെയ്തതിന് ശേഷം 2 കൈയും കൊണ്ട് വളരെയധികം പ്രസ് ചെയ്യേണ്ട, താഴേക്ക് വിടുക. അപ്പൊ ഈ ലിംഫാറ്റിക് ഡ്രെയിനേജ് നമ്മൾക്ക് ഈ മുഖത്ത് ഈ വീക്കം ഉള്ളത് ലിംഫാറ്റിക് ഡ്രെയിനേജിന്റെ ആണ്. അത് നമ്മൾ കിടക്കുന്ന സമയത്ത് അവിടെ ഇങ്ങനെ പൂൾ ചെയ്യും, അതുകൊണ്ടാണ് വീക്കം വരുന്നത്. ഇങ്ങനെ മസാജ് ചെയ്ത് വിടുക. അത് ചെയ്തതിന് ശേഷം കണ്ണു തുറന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് പ്രാണായാമം എന്ന് പറയുന്ന ഒരു ക്രിയയാണ്. പ്രാണായാമം എല്ലാം ഞാൻ പലപ്പോഴും പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. ഇത് പഠിക്കാനായിട്ട് ഒരു പ്രയാസവും ഇല്ല. ഇപ്പം ഇഷ്ടം പോലെ വീഡിയോസ് കിടപ്പുണ്ട്, നല്ല വീഡിയോസ് ഉണ്ട്. പല തരത്തിലുള്ള പ്രാണായാമം ഉണ്ട്. അപ്പൊ അതിൽ നമുക്കൊരു സിമ്പിൾ ആയിട്ടുള്ളതിനെ തുടങ്ങാം. ഞാൻ എപ്പോഴും പറയല്ലേ, അതായത് ശ്വാസം എക്സേർഷൻ ബ്രീതിങ് ആണത്. ശ്വാസം നമ്മൾ സാധാരണഗതിയിൽ ശ്വാസം എടുക്കുമ്പോൾ അതിനകത്ത് ഒരു ശരിക്കും പറയാൻ ഓക്സിജൻ നേരെ നമ്മുടെ എല്ലാ സെൽസിലും എല്ലാ കോശങ്ങളിലും കയറി പോവില്ല. വളരെ ചെറിയ തോതിലാണ് നമ്മൾ ഷാലോ ബ്രീതിങ് ആണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ലങ്സ് വികസിക്കത്തില്ല. ആ ലങ്സിന്റെ വികാസത്തിന് വേണ്ടിയിട്ടാണ് പ്രാണായാമം എക്സേർഷൻ ബ്രീതിങ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ്? ശ്വാസം ഉള്ളിലേക്ക് 4 സെക്കൻഡ് കൊണ്ട് എടുക്കുക. അത് കഴിഞ്ഞ് 8 സെക്കൻഡ് അവിടെ ഹോൾഡ് ചെയ്യണം, പിടിച്ചു വെക്കണം. അത് കഴിഞ്ഞിട്ട് 7 സെക്കൻഡ് കൊണ്ട് അത് വെളിയിലേക്ക് വിടുക.
സാവധാനം പുറത്തേക്ക്. ഇതാണ് പ്രാണായാമം. അത് പല രീതിയിൽ ഉണ്ട്. അതിന്റെ പ്രവർത്തനം അത് നിങ്ങൾ നോക്കി ചെയ്തേച്ചാൽ മതി. ഞാനും അതിനകത്തൊക്കെ പോയി പഠിച്ചാണ്, അല്ലാതെ ഞാൻ യോഗ തെറാപ്പിസ്റ്റ് ഒന്നും അല്ല. ഞാൻ ഇവര് ഇതില് നല്ല എക്സ്പേർട്സ് ഒക്കെ പറയുന്നത് കേട്ടാണ്. ഒരു ഡോക്ടർ അഖില വിനോദ് ഉണ്ട്, അവരുടെ കൊള്ളാം, നല്ലതാണ്. അപ്പൊ അതൊക്കെ നോക്കിയാണ് ഞാൻ പഠിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ അവര് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത് നന്നായിട്ട് ഈ പ്രാണായാമം രാവിലെ ചെയ്യുക. അതില് കപാൽപാത്തി എന്ന് പറഞ്ഞൊരെണ്ണമുണ്ട്, വളരെ നല്ലതാണ്. അത് ഈ മലശോധനയൊക്കെ കുറഞ്ഞ ആൾക്കാർക്ക് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളതാണ് കപാൽപാത്തി. അപ്പോ ഇത് ചെയ്തതിന് ശേഷം പതുക്കെ കട്ടിൽ നിന്ന് എണീക്കുക. കട്ടിൽ നിന്ന് എണീറ്റ് കഴിഞ്ഞാല് പിന്നെ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് പലപ്പോഴും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു 10-20 മിനിറ്റ് വെയിൽ കൊള്ളണം. അത് ഈ ഏകദേശം ഒരു 7-8 മണിക്ക് ഒക്കെ ഉള്ള വെയിൽ നോക്കി ആ സമയത്ത് നിന്ന് കൊണ്ടാൽ മതി. എഴുന്നേറ്റ് വരുന്ന സമയത്ത് വെയിലുണ്ടെങ്കിൽ, ഇപ്പം വെയിൽ കുറവാണ് എങ്കിലും വെയിലുള്ള സമയത്ത് വെയിൽ കൊള്ളാനായിട്ട് ശ്രമിക്കുക. ഈ വെയിൽ കൊണ്ടതിന് ശേഷം വന്നിട്ട് നമ്മുടെ കുറെ ഹെർബൽ ടീ ഉണ്ടല്ലോ, നിങ്ങൾ ഒത്തിരി ഇന്നത്തെ ഞാൻ എപ്പോഴും പറയുന്നതാണ്, കരിഞ്ജീരക ചായ, പെരുംജീരക ചായ, മല്ലിച്ചായ, അങ്ങനെ 3-4 തരം ചായ വേറെ ഉണ്ട്, ജീരക ചായയുണ്ട്. അപ്പൊ ഈ 4 ചായയും നമുക്ക് മാറ്റി മാറ്റി ഉപയോഗിക്കാം. അത് ഈ മല്ലിച്ചായ ഓപ്റ്റ് ചെയ്യേണ്ടവര് അമിതവണ്ണമുള്ളവര്, കരിഞ്ജീരക ചായ അമിതവണ്ണം ഉള്ളവർക്കാണെങ്കിലും മല്ലിച്ചായക്കും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ഹൈപ്പോ തൈറോയിഡിസത്തിന് വളരെ നല്ലതാണ്. അപ്പൊ ഈ മല്ലി കൂടുതൽ ചേർത്തിട്ടുള്ള ഒരു ഹെർബൽ ടീ ഉണ്ടാക്കണം. അതിന് മല്ലി ഒരു 100 ഗ്രാം അല്ലെങ്കിൽ 200 ഗ്രാം മല്ലി എടുക്കുക. അതിനകത്തൊരു 50 ഗ്രാം കരിഞ്ജീരകം എടുത്താൽ മതി. ഏലക്ക, ചുക്ക്, നല്ല ജീരകം, കറുവപ്പട്ട ഇത്യാദികൾ 25 ഗ്രാം വീതം. ഇത്രയും കൂടെ എടുത്തിട്ട് നിങ്ങൾ വറുത്ത് പൊടിച്ച്, ഇതിന്റെ വറുപ്പ് എന്ന് പറയുന്നത് പ്രത്യേക സമയമാണ്, അത് ശ്രദ്ധിച്ചോണം. അല്ലെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് വറുത്താൽ ശരിയാവില്ല. എല്ലാം ചിലത് കരിഞ്ഞു പോകും, ചിലത് മൂക്കത്തുമില്ല. അപ്പൊ അതുകൊണ്ട് അത് സെപ്പറേറ്റ് ആയിട്ട് മൂപ്പിച്ചിട്ട് വറുത്ത് പൊടിച്ചെടുക്കുക. വറുത്ത് പൊടിച്ചെടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ എല്ലാ ദിവസവും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രാണായാമം ഇത് കഴിഞ്ഞാൽ ഉടനെ ചെയ്യേണ്ടത് ഒരു 1-2 ഗ്ലാസ് വെള്ളം കുടിക്കണം. കഴിയുന്ന ഒരു 1 ലിറ്ററിന്റെ ഒരു പകുതി, 1/2 ലിറ്റർ വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ്. കിഡ്നി രോഗികൾ അങ്ങനെയൊന്നും ചെയ്ത് കളയരുത്. അല്ലാത്തവരോടാണ് ഞാൻ പറയുന്നത്. വെള്ളം മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർക്ക് 1/2 ലിറ്റർ വെള്ളം തന്നെ കുടിക്കാം. കുടിച്ചതിന് ശേഷം വേണം നമ്മളുടെ ഈ പറയുന്ന ഹെർബൽ ടീ, ഇങ്ങനെയുള്ള ചായ കുടിക്കേണ്ടത്. അപ്പൊ എന്നോട് ഇങ്ങോട്ട് ഇപ്പൊ പലരും ചോദിക്കും, ഞങ്ങൾ അപ്പൊ മറ്റേ ചായ കുടിക്കണ്ടേ മാഡം എന്ന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റേ ചായ കുടിക്കുന്ന ഒരു നല്ല ശീലമല്ല എന്ന് ഇപ്പൊ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി കാണും. കാരണം ഈ ചായ കുടിച്ചവരൊക്കെയാണ് ഇവിടെ ഇപ്പൊ എച്ച് പൈലോറി, പിന്നെ വയറിനകത്ത് വെപ്രാളം, വയറിനകത്ത് നെഞ്ചരിച്ചില്, പുളിച്ചു തകട്ടല്, മലശോധന ഇല്ല, ഇവയെല്ലാം വരുന്നത് ഈ എച്ച് പൈലോറി എന്ന് പറയുന്ന ഒരു സംഭവം, ഒരു ബാഡ് ബാക്ടീരിയയുടെ പ്രോളിഫറേഷൻ ആണ്. ബാഡ് ബാക്ടീരിയ കൂടുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴുള്ള ഈ ചായ പരിപാടി തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഞാൻ ഈ ചായ വരുന്ന ആൾക്കാര്, പേഷ്യൻസ് വരുമ്പോഴ് ഞാൻ അവരോട് ചോദിക്കും, നിങ്ങൾ ചായയൊക്കെ കുടിക്കുമോ? അയ്യോ മാഡം, പിന്നെ ചായ കുടിക്കാൻ എങ്ങനെ ഇരിക്കാൻ പറ്റും, ചായ കുടിച്ചാലേ ഒരു കാര്യവും നടക്കൂല, ഇങ്ങനെയാ പറയുന്നത്. സത്യമാണോ ഇത്? ഒരിക്കലും അല്ല. ഞാനും ഒരു ഫുൾ ഗ്ലാസ് കോഫി കുടിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അതെന്ന് വെച്ചാൽ ഈ കോഫിയുടെ മണം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ക്രേവിങ് ആണ്. അങ്ങനെ ഇരുന്ന് ഞാൻ അത് 1/2 ഗ്ലാസ് ആക്കി, 1/4 ഗ്ലാസ് ആക്കി. ഇപ്പൊ ഞാൻ കഴിക്കാതായിട്ട് 4-5 വർഷമായി. കോഫി കുടിക്കാറേ ഇല്ല. പക്ഷെ ഇടയ്ക്കിങ്ങനെ ഓർക്കുമ്പോ കോഫി നല്ല ടേസ്റ്റ് ഉള്ളതാണല്ലോ എന്ന് ഞാൻ ഓർക്കാറുണ്ട്, പക്ഷെ കുടിക്കാറില്ല. ഇതിനെ മനഃപൂർവ്വം മാറ്റി നിർത്തിയതാ. കാരണം എനിക്കിങ്ങനെയായിരുന്നു, ഈ കോഫി കുടിച്ചിട്ട് എനിക്ക് നെഞ്ചിനകത്തൊരു എന്തോ വെപ്രാളം പോലെ, എരിച്ചില് പോലെ, തൊണ്ടയ്ക്ക് കഫം വന്നിരിക്കുക, ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഇതൊക്കെ വന്നപ്പോഴാണ് ഞാൻ ഇതൊക്കെ കൂടുതൽ പഠിക്കാൻ തുടങ്ങിയത്, റിയലൈസ് ചെയ്യുന്നത്. ഇതെല്ലാം ഇതിനകത്തിരിക്കുന്ന പാലാവട്ടെ, പഞ്ചസാരയാവട്ടെ, കോഫി ആവട്ടെ, കോഫി പൗഡർ ആവട്ടെ, അല്ലെങ്കിൽ ടീ പൗഡർ ആവട്ടെ, ഇവയെല്ലാം തന്നെ ശരീരത്തിന് ഗുണത്തേക്കാളേറെ ദോഷമാണ്. ഇതിപ്പോ ഒരു സെൻട്രൽ സ്റ്റിമുലന്റ് ആണ്, നമുക്ക് നല്ല ഉന്മേഷ ഉണർവൊക്കെ കിട്ടുന്ന സംഭവം തന്നെയാണ്. അത് അന്നേരത്തേക്ക് മാത്രമേ ഉള്ളൂ, ജസ്റ്റ് ഒരു സിംറ്റമാറ്റിക് ആണ്. അത് കഴിയുമ്പോൾ അതിന്റെ ദോഷങ്ങളാണ്. ഈ ദോഷങ്ങൾ മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്, ഇതേപോലെ ആ ഹെർബൽ ടീ നിങ്ങൾ കുടിച്ചു നോക്കി, എത്ര സുഖമായിരിക്കും എന്നറിയാവോ വയറിന്. എത്രയോ ആൾക്കാർ ഇപ്പൊ അതുമായിട്ട് പൊരുത്തപ്പെട്ടു വരുന്നു. എന്റെ ഈ പ്രോഗ്രാം കണ്ട് തന്നെ എല്ലാവരും പറയും, മാഡം ഞങ്ങൾ ഇപ്പൊ കരിഞ്ജീരക ചായ കുടിക്കുന്നു, ചിലർ പറയും പെരുംജീരക ചായ കുടിക്കും, ചിലർ മല്ലിച്ചായ കുടിക്കുന്നു. മല്ലിച്ചായ ഒക്കെ ഞാൻ ഇവിടെ തയ്യാറാക്കുന്നുണ്ട്, കൊടുക്കുന്നുമുണ്ട്, ആൾക്കാർക്ക് ആവശ്യമുള്ളവർക്ക് കൊടുക്കുന്നുമുണ്ട്.
എന്നുവെച്ചാൽ ഇതിന് പ്രിപ്പറേഷൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ആൾക്കാർ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ തന്നെ തയ്യാറാക്കി അത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇത് കുടിച്ചതിന് ശേഷമാണ് നമ്മൾ എക്സസൈസ് ചെയ്യേണ്ടത്. വ്യായാമത്തിന്റെ കാര്യം പറഞ്ഞില്ലേ നേരത്തെ. അപ്പം അത് എന്താ ചെയ്യേണ്ടത്? സിമ്പിൾ ആയിട്ടുള്ള കാര്യം. രാവിലെ നല്ലോണം ഓടിയാൽ മതി. കുറച്ച് നമുക്കിപ്പോ ചുറ്റിനും സ്ഥലമുണ്ടെങ്കിൽ നമ്മുടെ പറമ്പിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് നല്ല brisk വാക്കിംഗ് എന്ന് പറയും. brisk വാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ ഓടുന്ന സമയത്തല്ലേ ഹൈ ഇന്റൻസിറ്റി ഇന്റർവൽ ട്രെയിനിങ് എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ ഓടുന്ന സമയത്ത് നമ്മൾ അണയ്ക്കുന്ന ആ ഒരു രീതിയിലേക്കുള്ള സ്പീഡ് വേണം. അതാണ് എടുത്തു പറയുന്നത്. ജോഗിങ് അങ്ങനെയാണല്ലോ, നമ്മളിങ്ങനെ ഓടി ഓടി ചെറിയ രീതിയിൽ ഇങ്ങനെ ഓടുന്ന ഒരു രീതിയാണല്ലോ ജോഗിങ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ മിനിമം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ്. തുടക്കത്തിൽ നിങ്ങൾ അത്രയൊന്നും എടുക്കണ്ട. ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ 5 മിനിറ്റോ എടുത്തിട്ട് പിന്നെ വീണ്ടും സമയം കൂട്ടി കൂട്ടി എടുക്കുക. അങ്ങനെ ഈ ഒരു കാര്യത്തിന് സമയം കണ്ടെത്തണം. പിന്നെ ഈ പ്രാണായാമത്തിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് മറ്റുള്ള കുറെ എക്സസൈസ്, ഫ്ലോർ എക്സസൈസും ഒക്കെ അറിയാമെങ്കിൽ അതൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ ഇഷ്ടംപോലെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അതെല്ലാം മനസ്സിലാക്കി ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കയറുമ്പോൾ ഈ പറയുന്ന ഇതുപോലെ പ്രായം കൂടുതലായവരും അതുപോലെ തന്നെ നന്നായിട്ട് പ്രായം ഏജിങ് ഗ്രേസ്ഫുൾ ഏജിങ് എന്ന് ആഗ്രഹിക്കുന്നവര് തീർച്ചയായും നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ ആണ്. എന്ന് പറഞ്ഞാൽ അന്നജം തീരെ വേണ്ടെന്നല്ല, ഒരു 10 to 20% മതിയാവും. അതിപ്പം ഒരു ഇഡ്ഡലി അല്ലെങ്കിൽ ഒരു ദോശ കഴിച്ചിട്ട് മുട്ട സ്ക്രാമ്പിൾ ചെയ്ത് അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ വളരെയധികം ന്യൂട്രിയൻസ് ചേർത്തിട്ട് വേണം എടുക്കാൻ. മുരിങ്ങയില, ടൊമാറ്റോ, സവാള, അതുപോലെ തന്നെ ചിയാ സീഡ്, ഇങ്ങനെയുള്ള വളരെയധികം റെസിപ്പികൾ ഇതിനകത്ത് കിടപ്പുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള ഒരു നല്ല ഡയറ്റ് ആയിരിക്കണം ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ അതോടൊപ്പം നിങ്ങൾക്ക് ഈ ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ജ്യൂസും കുടിക്കാം. ജ്യൂസ് എന്ന് പറയുമ്പോഴത്തേക്ക് ലൈം ജ്യൂസ്, അതിനകത്ത് കുറച്ച് വെജിറ്റബിൾസോ ഒക്കെ ചേർത്തിട്ടുള്ളതായിരിക്കണം. ഓക്കെ. പിന്നെ ഫ്രൂട്ട്സും ആവാം. ഇപ്പൊ ഷുഗറൊന്നും ഇല്ലാത്ത പേഷ്യൻസ് ആണെങ്കിൽ, അമിതവണ്ണമൊന്നും ഇല്ലാത്ത പേഷ്യൻസ് ആണെങ്കിൽ തീർച്ചയായും നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ഓപ്റ്റ് ചെയ്യാം. നമുക്ക് എന്തെല്ലാം, പേരയ്ക്കയുണ്ട്, പപ്പായയുണ്ട്, ഓറഞ്ച് ഉണ്ട്, തന്നെ അത് ഓരോരുത്തരുടെ ശരീരപ്രകൃതം അനുസരിച്ച് വേണം ചെയ്യാൻ. ലീനായിട്ടിരിക്കുന്നവർ ഇതല്ല കഴിക്കേണ്ട, ഏത്തപ്പഴമാണ്. അപ്പൊ അവർക്ക് വേണ്ട ഒരു ഡയറ്റ് പ്ലാനകത്ത് ആ ഏത്തപ്പഴം ഒക്കെ കയറി വരും. അപ്പൊ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഏത്തപ്പഴവും ഈന്തപ്പഴവും ഒക്കെ ആയിട്ടുള്ള ഡയറ്റ് പ്ലാൻ നിങ്ങൾക്ക് അറിയാമല്ലോ, ശരീരം തുടുക്കാനുള്ള ആഹാരം. അപ്പൊ അതാണ് അവർക്ക് വേണ്ടത്. പിന്നെ ഒരു 11-11:30 മണിക്കൊക്കെ വല്ലതും കഴിക്കുന്നവരാണെങ്കിൽ പ്യുവർ വെജിറ്റബിൾ ജ്യൂസ് ആയിരിക്കും കൂടുതൽ ഓപ്റ്റ് ചെയ്യേണ്ടത്. വെജിറ്റബിൾ ജ്യൂസ് എന്ന് പറയുമ്പോൾ നെല്ലിക്കയുടെ ജ്യൂസ് ആവാം, അല്ലെങ്കിൽ കുമ്പളങ്ങയുടെ ജ്യൂസ് ആവാം, ടൊമാറ്റോയും ബീട്രൂട്ടും ഒക്കെ കൂടെ ചേർന്നിട്ടുള്ളൊരു ജ്യൂസ് ആവാം. ABC ജ്യൂസ് എന്ന് പറയും, ആപ്പിൾ, ബീട്രൂട്ട്, ടൊമാറ്റോ. ഇതെല്ലാം തന്നെയും കോൺസെൻട്രേഷൻ കുറവായിരിക്കണം, വളരെ കട്ടിയായിട്ട് കുടിക്കരുത്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഇത് ഒരു ഓൾട്ടർനേറ്റ് ചെയ്ത് ചെയ്യണം. ഒരു ദിവസം ഇപ്പൊ ABC ജ്യൂസ് കുടിച്ചാൽ പിറ്റേ ദിവസം കുമ്പളങ്ങ ജ്യൂസ് കുടിക്കണം, അതിന്റെ പിറ്റേ ദിവസം നെല്ലിക്ക ജ്യൂസ്. എല്ലാ ദിവസവും ഒരേപോലെ തന്നെ ജ്യൂസ് കുടിക്കുന്നത് ശരിയല്ല. അപ്പം പലതരം ന്യൂട്രിയൻസ് നമുക്ക് മാറി മാറി നമ്മുടെ ശരീരത്തിൽ കിട്ടും. ഒരു ക്യുമുലേറ്റീവ് ടോക്സിസിറ്റിയും ഉണ്ടാവില്ല. പിന്നെ ഉച്ചയ്ക്കാവുമ്പോഴും തീർച്ചയായും ഈ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കുറയ്ക്കാൻ ഇത്രയും ചോറൊക്കെ കഴിച്ചാൽ മതിയാവും. പ്രായം ഇപ്പൊ 50 കഴിയുമ്പോഴാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇത്ര ചോറ് കഴിച്ചിട്ട് ഇത്രയും സാലഡ്സ് കഴിക്കണം, ഇത്രയും ഫിഷ്, അതല്ലെങ്കിൽ ഇത്രയും പയറോ കടലയോ എന്തെങ്കിലും കഴിക്കണം, പിന്നെ കറികളും. അപ്പം എപ്പോഴും റൈസിന്റെ കാര്യം ഓർമ്മ വേണം. അതുപോലെ തന്നെ നല്ല തവിട് കൂടിയ അരിയുടെ ചോറായിരിക്കണം. നന്നായിട്ട് അതൊരു 50% തവിട്, 100% തവിടിന്റെ ഒക്കെ ഉണ്ട് ഇപ്പം. വളരെയധികം കബനി റൈസ്, അതുപോലെ തന്നെ സ്വാദിന്റെ അരി, ഇതൊക്കെ ഒരുവിധം ഓർഗാനിക് റൈസിന്റെ വിഭാഗത്തിലുള്ളത് തന്നെയാണ് നിങ്ങൾ നോക്കി വാങ്ങിക്കേണ്ടത്. ഇത് തന്നെയല്ല, വേറെ വേറെ ഒത്തിരി ഓർഗാനിക് റൈസ് ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങൾക്ക് നോക്കി വാങ്ങാവുന്നതാണ്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഉച്ചയ്ക്കുള്ളത് ആഹാരം. വൈകിട്ടാവുമ്പോൾ നമ്മൾ നട്ട്സും സീഡ്സും കഴിക്കേണ്ട സമയമാണ്. നട്ട്സ് എന്ന് പറയുമ്പോൾ കപ്പലണ്ടി, പൊരികടലയൊക്കെ എല്ലാവർക്കും കഴിക്കാമല്ലോ. ഈ പരിപ്പുവട, ഉഴുന്നുവട, വാഴക്കാപ്പത്തിന്റെ പുറകെ പോകാതെ കഴിച്ചൂടെ? അപ്പൊ അങ്ങനെയുള്ളത്. പിന്നെ വല്ലപ്പോഴും കൊതിക്ക് കഴിക്കാം കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കഴിക്കാം ഇതൊക്കെ. എന്നിട്ട് അതിനോടൊപ്പം നമ്മുടെ കരിഞ്ജീരക ചായ കുടിക്കാം. പിന്നെ വിട്ടുപോയൊരു കാര്യം, വെർജിൻ കോക്കനട്ട് ഓയിൽ പറ്റുന്നവരൊക്കെ ഒരു 5 ml വെച്ച് ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ രാത്രിയത്തെ ഭക്ഷണം ഒരു 7 മണി 8 മണിക്കകത്ത് തന്നെ കഴിക്കാൻ നോക്കുക.
നോക്കുക. അത് കഴിയുന്നതും പലതരം LK ഡയറ്റ് പ്ലാൻ ആണെങ്കിൽ ഗ്രെയിൻ ഫ്രീ ഡയറ്റ്, LK ഡയറ്റ്, ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഡയറ്റ്, ഇത്ര കിടപ്പുണ്ട്. ഇതിനകത്തൊക്കെ ആണെങ്കിൽ ഞാൻ പറയുന്നത് ഒരു നല്ല കഞ്ഞിയുണ്ട്. അതിനകത്ത് പ്രമേഹ കഞ്ഞി എന്ന് പറയുന്നെങ്കിലും എല്ലാവർക്കും ഒരു പ്രിവെന്റീവ് കഞ്ഞിയാണത്. പ്രിവെന്റീവ് എന്ന് പറഞ്ഞാൽ പ്രമേഹം, അമിതവണ്ണം, ഫാറ്റി ലിവർ ഇവയൊക്കെ വരാതിരിക്കാൻ സഹായിക്കുന്ന ഹൈലി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ കഞ്ഞി എന്ന് പറയാം. ബ്യൂട്ടിഫുൾ കഞ്ഞി എന്ന് തന്നെ പറയണം അതിന്. എത്രയോ പേര് അത് കഴിച്ചിട്ട് പറഞ്ഞു നാളെ ഞങ്ങളുടെ ഷുഗർ ഒക്കെ എങ്ങോട്ട് പോയെന്ന് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതിന് ഒരൊറ്റ സ്പൂൺ അരി എടുക്കുക, 2-3 ടേബിൾ സ്പൂൺ പയറ് ചേർക്കുക. മുളപ്പിച്ച പയറാണെങ്കിൽ ഏറ്റവും നല്ലത്. അതിനകത്ത് ഒരു ടീസ്പൂൺ ഉലുവ ഇടാം, കുറച്ച് ചുവന്നുള്ളി, വെളുത്തുള്ളി, അതിൻ്റെ കൂട്ടത്തില് കോവയ്ക്ക, അമരപ്പയർ. അപ്പം ഏകദേശം നമുക്ക് ആന്റി ഡയബറ്റിക് ആയിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും അതിനകത്ത് വന്നു കഴിഞ്ഞു. ഇത് കുക്കറിൽ വേവിച്ചതിന് ശേഷം അതിലേക്ക് പിന്നെ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ കുക്കർ തുറന്നിട്ട് ഒരു പിടി മുരിങ്ങയില, അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ എങ്കിലും നമ്മുടെ ചെറിയ എള്ളില്ലേ, കറുത്ത എള്ളോ വെളുത്ത എള്ളോ എന്തെങ്കിലും, പിന്നെ വേണമെങ്കിൽ ചിയാ സീഡ്, പിന്നെ വെർജിൻ കോക്കനട്ട് ഓയിൽ. വെർജിൻ കോക്കനട്ട് ഓയിൽ ഇല്ലാന്ന് ഒരു വിഷമിക്കേണ്ട, കുറച്ച് തേങ്ങ തിരുമ്മി ഇട്ടാലും മതി. അതൊന്ന് ഇച്ചിരി ഒന്ന് തണുത്ത് കഴിയുമ്പോൾ തേങ്ങ തിരുമ്മിയിട്ട് കുടിക്കുക. ഓക്കെ. അപ്പൊ ഇങ്ങനെ ഒരു കഞ്ഞി, അത് പലതരം കഞ്ഞി. നമുക്ക് ഇതിനകത്ത് അരിക്ക് പകരം ഓട്സ് ചേർക്കാം, അതല്ല എങ്കിൽ റാഗി, കൂവരക് പൊടി എടുത്ത് ചേർക്കാം, ബാർലി ചേർക്കാം. ഇങ്ങനെ പല ഓപ്ഷൻസ്. അപ്പൊ എന്ത് പറ്റും, ഓരോ ദിവസം ഓരോ തരം കഞ്ഞി പോസിബിൾ ആണ്. അപ്പൊ അതോടൊപ്പം ഇത്രയും സാലഡും ഇത്രയും മീനോ അതല്ലെങ്കിൽ പയറോ കടലോ വർഗം എന്തെങ്കിലും കഴിച്ചിരിക്കണം. ഇത്ര വീതം വേണം. ഓക്കെ. കഞ്ഞി വളരെ കുറച്ച്, ഒരു 2 ഔൺസ് കഞ്ഞി മതിയാവും. ഇങ്ങനെയാണ് ഒരു ദിവസത്തെ ഭക്ഷണത്തിന്റെ കാര്യം. ഇത്ര ഞാൻ നേരത്തെ പറഞ്ഞ പ്രായത്തെ മറികടക്കാൻ, അസുഖങ്ങൾ വരാതിരിക്കാൻ ഉള്ള ആഹാര രീതിയും ജീവിതശൈലിയുമാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ ഇങ്ങനത്തുള്ള ഒരു ആഹാരത്തിന്റെ ഏകദേശം ഇതേ രീതി ആയിരിക്കണം. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, പിന്നെ വ്യായാമത്തിനും ഇമ്പോർട്ടൻസ് കൊടുത്ത് അങ്ങനെ പോയി. പിന്നെ നമ്മൾ എപ്പോഴും എന്തെങ്കിലും പുതിയതായിട്ട് പഠിക്കാനുള്ള ഒരു ശീലം ഉണ്ടാക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക. ആളുകളുമായിട്ടുള്ള കണക്ഷൻസ് വളരെ അത്യാവശ്യമാണ്. അപ്പൊ നമുക്ക് ജീവിക്കാൻ വളരെ സന്തോഷമുണ്ടാകും. പോസിറ്റീവായിട്ട് ചിന്തിക്കുക. പിന്നെ സമാധാനമായിട്ട് രാത്രി ആവുമ്പോഴത്തേക്ക് ഉറങ്ങുന്നതിന് ഒരു 3 മണിക്കൂർ മുമ്പെങ്കിലും ഭക്ഷണം നിർത്തണം. അത് വളരെ ഇമ്പോർട്ടൻ്റ്. അതുപോലെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് മോഡ് ആഴ്ചയിൽ 1-2 ദിവസമെങ്കിലും ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ 6 മണിക്ക് ഭക്ഷണം നിർത്തിയിട്ട് പിറ്റേ ദിവസം 10 മണിക്കായിരിക്കും ഭക്ഷണം നമ്മൾ പിന്നെ കഴിക്കേണ്ടത്. അപ്പൊ ഇതിന്റെ ഇടയ്ക്കുള്ള സമയങ്ങളിൽ ഈ പറയുന്ന നമ്മുടെ കരിഞ്ജീരക ചായയോ ഗ്രീൻ ടീയോ ലൈം ജ്യൂസോ വിതൗട്ട് ഷുഗർ ആൻഡ് വിതൗട്ട് സോൾട്ട് കുടിക്കാം, കുഴപ്പമില്ല. ഇടയ്ക്ക് വെള്ളം കുടിച്ചുകൊണ്ടേ ഇരിക്കാം, വെറും വെള്ളവും കുടിക്കാം. അങ്ങനെ ഞാൻ സാധാരണ വെറും വെള്ളമേ കുടിക്കാറുള്ളൂ. ഇങ്ങനെ നമ്മൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുന്ന ദിവസം വെറും വെള്ളമാണ് കുടിക്കുന്നത് ഇടയ്ക്ക്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം 10 മണിയാകുമ്പോഴത്തേക്ക് തുടങ്ങാവൂ. അപ്പൊ ഇങ്ങനെ ഈ ഒരു ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം പോസിറ്റീവായിട്ട് നമ്മുടെ ശരീരത്തിൽ ക്ലെൻസിങ്, ഡിറ്റോക്സിഫിക്കേഷൻ ഒക്കെ നടക്കുന്ന സമയമാണ്. ശരീരത്തിന്റെ ഓരോ കോശങ്ങളും വൃത്തിയാക്കാനും ശുചിയാക്കാനും അത് വളരെയധികം സഹായിക്കും. അപ്പൊ ഈ ഒരു രീതിയിലോട്ടുള്ള ഒരു കോൺസെപ്റ്റ്. അതുപോലെ പിന്നെ ഉറങ്ങുന്ന കാര്യം, ഉറക്കം നമുക്ക് നന്നായിട്ട് വരുന്ന സമയത്തെ കിടക്കാവൂ. വളരെ ഇമ്പോർട്ടൻ്റ്. നേരത്തെ പോയി കിടന്നിട്ട് തിരിഞ്ഞും മറിഞ്ഞും കിടക്കരുത്. അതിനു മുമ്പ് പോകുമ്പോൾ ചെറു ചൂടുവെള്ളത്തിൽ ഒന്ന് കുളിച്ചിട്ട് നല്ലോണം റിലാക്സ് ചെയ്തിട്ട് വേണം മുറിയിൽ. കംപ്ലീറ്റ് ഡാർക്ക് ആയിരിക്കണം റൂം. ഈ ലൈറ്റ് ഒന്നും ഇടരുത്. ലൈറ്റ് ഇടരുത് എന്നല്ല, ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തിട്ട് നല്ല ഒരു മ്യൂസിക് ഒക്കെ വെച്ചിട്ട്, അല്ലെങ്കിൽ ലൈറ്റ് റീഡിങ്ങും നല്ലതാണ്. ചിലവർ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉറങ്ങിപ്പോകും. അങ്ങനെ. പിന്നെ ഏറ്റവും നല്ലത്, ഉറങ്ങാൻ എളുപ്പമുള്ളൊരു മാർഗം, കണ്ണടച്ചിട്ട് ഇങ്ങനെ ദീർഘശ്വാസം നന്നായിട്ട് വലിച്ചു വിടുക. ശ്വാസം വലിച്ചു വിടുക. അതാണ് എക്സേർഷൻ ബ്രീതിങ് എന്ന് ഞാൻ പറയും. അങ്ങനെ വലിച്ചു വിടുമ്പോഴത്തേക്ക് നന്നായിട്ട് ദീർഘശ്വാസം ചെയ്യുമ്പം വളരെ പെട്ടെന്ന് നമ്മുടെ ശരീരം നന്നായിട്ട് റിലാക്സ് ചെയ്യും. റിലാക്സ് ചെയ്ത് നമ്മൾ ഉറക്കത്തിലേക്ക് വഴുതി വീഴും. അപ്പൊ ഇങ്ങനെ ഇത്രയും കാര്യമാണ്. പിന്നെ നല്ല പോസിറ്റീവായിട്ട് ചിന്തിക്കുക, എപ്പോഴും ഹാപ്പി ആയിരിക്കുക. ഹാപ്പി ആയിരിക്കാൻ വേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. മനസ്സിലായോ? പിന്നെ അപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ, അതുപോലെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ബ്ലഡ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഷുഗറിൻ്റെതാണ് പ്രധാനം. HbA1c അല്ലെങ്കിൽ ഷുഗർ,
അതിലുള്ള BP ആവശ്യമുണ്ടെങ്കിൽ BP നോക്കാം. കൊളസ്ട്രോളിന്റെ പുറകെ പോകണ്ടെന്ന് ഞാൻ പറയുള്ളൂ. അതിന്റെ ആവശ്യമില്ല എങ്കിൽ കൂടിയും ലിപ്പിഡ് പ്രൊഫൈലില് ട്രൈഗ്ലിസറൈഡ് VLDL എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് കൂടുതലുണ്ടെങ്കിൽ കുറച്ചുകൂടെ ശ്രദ്ധിച്ചു പോകണം. HDL കുറവാണ്, VLDL ട്രൈഗ്ലിസറൈഡ് കൂടുതലാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിച്ച് നിങ്ങളുടെ ആഹാര രീതികൾ ശ്രദ്ധിക്കണം. അവിടെ വെർജിൻ കോക്കനട്ട് ഓയിൽ മസ്റ്റായിട്ട് ഉപയോഗിക്കണം. ഒലിവ് ഓയിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. എങ്കിൽ കൂടിയും നമ്മൾ ഏഷ്യൻ പോപ്പുലേഷൻ ആണ്, നമുക്ക് ദൈവം ഇവിടെ തന്നിരിക്കുന്നത് തെങ്ങുകളാണ്. അപ്പൊ ഇവിടെ ഒലിവ് മരം ഇല്ലല്ലോ. അപ്പൊ നമ്മൾ എന്താണ് ഓപ്റ്റ് ചെയ്യേണ്ടത്? നമ്മൾ തെങ്ങിന്റെ അകത്തുനിന്ന് കിട്ടുന്ന തേങ്ങ, വെളിച്ചെണ്ണ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ശരീരത്തിന് ഏറെ അത്യാവശ്യമായിട്ട്. അപ്പോൾ അത് ആ രീതിയിലേക്കുള്ള ഒരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് മാറി സഞ്ചരിക്കാമെന്ന് മാത്രമല്ല, യു വിൽ ഫീൽ എപ്പോഴും ആരോഗ്യവും ഉന്മേഷവും ഉണർവും സന്തോഷവും ഒക്കെ കിട്ടുന്ന ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് നടന്നു പോകാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് വീണ്ടും